ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസ് കണ്ടു. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ പ്രോബ്ലം അറ്റൻഡ് ചെയ്യുക. ഇത്രയും നമ്മൾ പ്രോബ്ലം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഓരോരോ പ്രോബ്ലമായിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ അത് വരച്ച് പോവുക. ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുക, ബാക്ക് ടു നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം തൊട്ട് എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് ബുക്ക് അടച്ച് വെച്ചിട്ട് ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് തന്നെയാണോ കിട്ടുന്നതെന്ന് ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ വർക്ക് ബുക്കിൽ ഒരു 6-7 ക്വസ്റ്റ്യൻസ് ക്യാൻഡിലിവറിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വരച്ച് നോക്കി കറക്റ്റ് SFD ആൻഡ് BMD കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം അതിനെക്കാട്ടിയും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഇനി സോൾവ് ചെയ്ത് കാണിക്കാം. ഇതാണിപ്പോൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ വരച്ചെടുക്കുക, എന്നിട്ട് ഇത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. ഓൾറൈറ്റ്, പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഇതിന് സോൾവ് ചെയ്തതിന് ശേഷം ഇനി പ്ലേ ചെയ്യുക. പോസ്ഡാണ് അപ്പോൾ വീഡിയോ. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരച്ച് കാണണം ബുക്കിൽ. വരച്ചതിന് ശേഷം ഇനി എങ്ങനെയാണ് ഞാനും നിങ്ങളും സോൾവ് ചെയ്തത് എങ്ങനെയെന്നുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എല്ലാ പോയിന്റിൽ നിന്നും നമ്മളിതിൻ്റെ ഡോട്ടഡ് ലൈൻസ് വരച്ചിടുക. A, B, C, D. വളരെ എളുപ്പമാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാം UDL ഒക്കെ എടുക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് കൊണ്ട് അറിയാണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവും. പോയിന്റ് ലോഡ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവും. അതൊക്കെ ക്വൈറ്റ് നോർമലാണ്. ഇത് നമുക്ക് പ്രാക്ടീസിൽ കൂടെ മാത്രമേ ശരിയാകത്തുള്ളൂ. സോ ഇതുപോലെ എന്തൊക്കെയാണോ തെറ്റ് വരുത്തുന്നത് നമ്മൾ ഈ ഒരു 2 പ്രോബ്ലം ഞാൻ ഇതുപോലെ കാണിച്ചു തരാം. ഈ 2 എണ്ണം കൊണ്ട് കറക്റ്റ് ചെയ്യുക. സോ ഇത് തെറ്റാതിരിക്കാൻ ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യുക. ഡിയിൽ സഡൻ ആയിട്ടൊരു പോയിന്റ് ലോഡ്. സോ നമ്മൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. റൈസ് വരച്ചു. പിന്നെ ഒരു UDL ആക്ട് ചെയ്യുന്നു. സോ ചരിച്ച് വരയ്ക്കുക. ദെൻ സഡൻ ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ലോഡ് മേളിലോട്ട് വരയ്ക്കുക. ദെൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. സഡൻ പിന്നെ ഇവിടെ ഒരു പോയിന്റ് ലോഡ്. ദെൻ ഒരു UDL. കഴിഞ്ഞു. നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കഴിഞ്ഞു. ഇനി ഈ ഓരോ പോയിന്റിൻ്റെ വാല്യൂസ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇത് എഴുതണമെന്ന് പോലും ഇല്ല. ഇവിടുത്തെ പോയിന്റിൻ്റെ വാല്യൂ എത്രയാണ്? 3 kN. ഇവിടെ ഈ UDL കാരണം ഉണ്ടായ എത്രയാണ്? 2 × 3 6. ഇതിൻ്റെ കൂടെ കൂട്ടുക. സോ ദിസ് ഇസ് 9 kN. ആൻഡ് സഡൻലി ഒരു 2 കൂടി. സോ ദിസ് ഇസ് 11 kN. റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ദെൻ ഒരു 2 കൂടി, ദാറ്റ് ഈസ് 13 kN. ദെൻ ഒരു 2 × 3 UDL, ദാറ്റ് ഈസ് 6. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 19 kN. കഴിഞ്ഞു. ദിസ് ഈസ് പോസിറ്റീവ്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വിത്തൗട്ട് ഇവിടെ എഴുതി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് തെറ്റാണ്ട് ഈ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യാം. പോയിന്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ റൈസ് വരയ്ക്കുക, UDL ക്രോസ് വരയ്ക്കുക. പോയിന്റ് ലോഡ് വന്നു, റൈസ്, വേറൊന്നും ഇല്ല, കോൺസ്റ്റൻറ്റ്, ദെൻ റൈസ്, ദെൻ UDL ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കുക.